അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താ? പൗരാവകാശ സംരക്ഷണ നിയമം അല്ലെ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്ന അയിത്ത നിരോധന നിയമമാണ്. തുടക്കം എങ്ങനെയാണ്? ഇത് അയിത്ത നിരോധനവുമായി ബന്ധപ്പെട്ട് മൗലിക അവകാശം പഠിക്കുമ്പോൾ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുമല്ലോ അല്ലെ, ഏതാ? 17. ഏതാണ്? ആർട്ടിക്കിൾ 17 പറയുന്നത്. അതിൽ പറയുന്നത് എന്താ? അയിത്ത നിരോധനത്തെ പറ്റിയാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയും മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന കരഘോഷത്തോടു കൂടി പാസാക്കിയ നിയമമാണ് ഏത്? ആർട്ടിക്കിൾ 17. ഓക്കെ, അതിനെ മലയാളത്തിൽ പറയുമ്പോൾ അസ്പൃശ്യത. എന്താണ്? അസ്പൃശ്യത നിരോധന വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 17. ഓക്കെ, ഈ അയിത്ത നിരോധന നിയമം ഏത് വർഷം എന്നറിയാമോ? 1955 ജൂൺ 1 നിലവിൽ വന്നത്. ഏത് വർഷം? 1955 ജൂൺ 1. ഇത് പിന്നീട് ഭേദഗതി ചെയ്യും. ഏത് വർഷം എന്ന് വെച്ചാൽ 1976. 1976 ഡേറ്റ് പറഞ്ഞാൽ സെപ്റ്റംബർ 2 കേട്ടോ. ഭേദഗതി ചെയ്ത് പാസാക്കിയ നിയമം പിന്നീട് എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി? പൗരാവകാശ സംരക്ഷണ നിയമം. അപ്പൊ ഈ നിയമത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അയിത്ത നിരോധന നിയമം എന്നാ വന്നത് 1955 ജൂൺ 1. പിന്നീട് ഭേദഗതി ചെയ്തു അല്ലേ? ഏത് വർഷം? 1976 സെപ്റ്റംബർ 2. പിന്നെ ഈ നിയമം എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി? പൗര സംരക്ഷണ നിയമം. എന്താണ്? പൗര സംരക്ഷണ നിയമം അല്ലെ. നമ്മുടെ ഈ ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണെന്ന് അറിയാമോ? വിവേചനത്തിൽ നിന്നുള്ള വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ഏതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ? മതം, വംശം, ശ്രദ്ധിച്ചോ, മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഏതൊക്കെയാണ്? മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഒന്നുകൂടെ പറഞ്ഞേ. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഒരു പ്രാവശ്യം. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, ഈ പൗരാവകാശ സംരക്ഷണ നിയമം 17 വകുപ്പുകളാണ് ഉള്ളത്. ഓക്കെ, ഒരു ഷെഡ്യൂളുകളിലായി 17 വകുപ്പുകളിലാണ് ഉള്ളത്. 1965 ഏത് വർഷം പറഞ്ഞേ? 1965 ഒരു കമ്മീഷൻ വരുന്നു. കമ്മിറ്റിയുടെ പേര് ഇളയ പെരുമാൾ കമ്മിറ്റി. ഏതാണ്? ഇളയ പെരുമാൾ കമ്മിറ്റി. കമ്മിറ്റിയുടെ പേര് ഒന്നുകൂടെ പറയോ? ഇളയ പെരുമാൾ കമ്മിറ്റി. വർഷം എന്നാ പറഞ്ഞേ? 1965. ഇതിന് പ്രധാനമായും ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ അല്ലെ, ഒന്ന് തൊട്ടുകൂടായ്മയെ പറ്റി പഠിക്കുക എന്നതാണ്. ഒന്നെന്താണ്? തൊട്ടുകൂടായ്മയെ പറ്റി പഠിക്കുക. മറ്റൊരു ജോലി ഉണ്ടായിരുന്നു, പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനം. എങ്ങനെ പറയും? പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനം. ഒന്നുകൂടെ പറഞ്ഞു നോക്കെ. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ വികസനം. ഒരു ലക്ഷ്യം കൂടെ എന്താ പറഞ്ഞേ? തൊട്ടുകൂടായ്മയെ പറ്റിയുള്ള പഠനം. ഇതിന്റെ ശുപാർശ പ്രകാരമാണ് 1976 സെപ്റ്റംബർ 2 ആ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ ഭേദഗതി ചെയ്ത് എന്താക്കിയത്? പൗരാവകാശ സംരക്ഷണ നിയമം ആക്കിയത്. ക്ലിയർ ആണോ? ഈ 17 ആർട്ടിക്കിൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 4-5 ആർട്ടിക്കിൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അതേ എന്ത് ചെയ്യുള്ളൂ? പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഒന്ന് സെക്ഷൻ 3. അതിൽ പറയുന്ന ഈ മതപരമായ വേർതിരിവ് അല്ലെങ്കിൽ മതപരമായ അയിത്തത്തെ കുറിച്ചാണ് അല്ലെ. നമ്മുടെ ഒരു മതവിഭാഗത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നാൽ മറ്റൊരു വ്യക്തി ആ മതവിഭാഗത്തിലുള്ള തന്നെ മറ്റൊരു വ്യക്തിയെ എന്ത് ചെയ്യുക? ഒന്നീ അവിടുത്തെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല, അവിടുത്തെ കുളത്തിൽ ഇറങ്ങി കുളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ഏതാണ്? അത് മതപരമായ വേർതിരിവാണ്. സെക്ഷൻ എത്രയാ പറയുന്നത്? 3 പറയുന്നത്. ഇനി സെക്ഷൻ 4 സാമൂഹികപരമായ വേർതിരിവ്. ഏതാണ്? സാമൂഹികപരമായ വേർതിരിവ്. അത് ഒരു സ്ഥലത്തു നിന്ന് ഒരാളെ മാറ്റി നിർത്തുക ആവാം. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഒരാളെ പങ്കെടുപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരാം? സാമൂഹികപരമായ വേർതിരിവ് സെക്ഷൻ 4 കീഴിലാണ്. ഈ അയിത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഈ മാറ്റി നിർത്തൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് തന്നെയാണ്? അയിത്തം തന്നെയാണ്. ഓക്കെ, ഇനി സെക്ഷൻ 5
നമ്മൾ 3 പഠിച്ചു. എന്താ പറഞ്ഞേ? മതപരമായ വേർതിരിവ്. സെക്ഷൻ 4 എന്താ പറഞ്ഞേ? സാമൂഹികപരമായ വേർതിരിവ്. സെക്ഷൻ 5 പറയുന്ന ആശുപത്രികൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയിലൊക്കെ എന്ത് ചെയ്യുക? വേർതിരിവ് കാണിക്കുക. എവിടെയൊക്കെയാണ്? ആശുപത്രികൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? വേർതിരിവ് കാണിക്കുക, അയിത്തം കാണിക്കുക. അതാണ് സെക്ഷൻ 5 പറയുന്നത്. ഓക്കെ. സെക്ഷൻ 6 എന്താ നോക്കാം? സേവനങ്ങൾ നിഷേധിക്കുക. ഒരാൾക്ക് ഒരു സേവനം നിഷേധിക്കുക. ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ ജന്മസ്ഥലത്തിന്റെയോ ഒക്കെ പേരിൽ എന്ത് ചെയ്യുക? സേവനം നിഷേധിക്കുക. ഇപ്പൊ നമ്മുടെ ഒരിടത്ത് ഒരു വസ്തു ഉണ്ട് അല്ലേ, നമുക്കത് കൊടുക്കണം. ഇന്ന ഇതിൽപ്പെട്ട ആളായതുകൊണ്ട് ആ വസ്തു എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റൂല എന്നൊരാൾ പറയുക. അല്ലെങ്കിൽ വേറൊരാൾക്ക് നമുക്ക് ചെന്ന് ഒരിടത്ത് ഒരു വസ്തു വാങ്ങിക്കാൻ പറ്റും. നീ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് നീ ഇത് ഇവിടെ വാങ്ങണ്ട എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അത് സെക്ഷൻ 6 കീഴിൽ വരുന്നതാണ് അല്ലേ. സേവനങ്ങൾ നിഷേധിക്കുക, വസ്തുക്കളിൽ നിന്നുള്ള വിൽപ്പന, വാങ്ങൽ ഇതൊക്കെ എന്ത് ചെയ്യുക? നിഷേധിക്കുക. ഏതിന് കീഴിൽ വരും? സെക്ഷൻ 6 കീഴിൽ വരും. ഓക്കെ. ഇനി സെക്ഷൻ 7 ഇതിലൊന്നും പെടാത്തതാണ്. മറ്റുള്ളവ മിസല്ലേനിയസ് എന്ന കാറ്റഗറിയിലാണ് പെടുക. അതായത് ഒരു അയിത്തം നടക്കുന്നത് ഡയറക്റ്റ് ഏർപ്പെടുന്നവർ മാത്രമല്ല, വേറൊരാൾ സപ്പോർട്ട് ചെയ്യണം. നീ ആ സാധനം അയാൾക്ക് കൊടുക്കരുത്, ഇന്ന തരത്തിലുള്ള ആളാണ് അത് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് എന്ത് ചെയ്യുക? അത് പ്രചാരണമാകും അല്ലേ. അങ്ങനെ പ്രചരിപ്പിക്കുകയും ഒരാളുടെ അവകാശങ്ങൾ തടയുക, ഇതൊക്കെ ഏതിന് കീഴിൽ വരും? സെക്ഷൻ 7 കീഴിൽ വരും. അപ്പൊ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യണ ഒരാൾ മാത്രം ആയിരിക്കണം എന്ന് ഇല്ല അല്ലേ. ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ട അയിത്ത സ്വഭാവവുമായി ബന്ധപ്പെട്ട എല്ലാം എന്ത് ചെയ്യും? ഈ സെക്ഷന് കീഴിൽ വരുന്നത് ആണ്. ഓക്കെ. അപ്പൊ സെക്ഷൻ 3 എന്താ പറയുന്നത്? മതപരമായ വേർതിരിവ് കാണിക്കുക. സെക്ഷൻ 4 എന്താ പറയുന്നത്? സാമൂഹികമായ വേർതിരിവ്. സെക്ഷൻ 5 പറയുന്നത് ആശുപത്രി, ചികിത്സാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയൊക്കെയുള്ള വേർതിരിവിനെ പറ്റി അല്ലെ. സെക്ഷൻ 6 സേവനങ്ങൾ നിഷേധിക്കുക അല്ലെ. പിന്നെ സെക്ഷൻ 7 പറയുന്നത് മറ്റുള്ളവ അല്ലെ. ഇനി ഒന്നുകൂടെ പഠിച്ചാൽ മതി. 7A ഏതാണ്? 7A അതായത് നിയമവിരുദ്ധവും നിർബന്ധിതവുമായ തൊഴിൽ ചെയ്യിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? നിയമവിരുദ്ധവും നിർബന്ധിതമായ തൊഴിൽ ചെയ്യിക്കുക. അതായത് സമൂഹത്തിൽ താഴെ തട്ടിൽ നിലനിൽക്കുന്ന കുറച്ച് തൊഴിലുകളുണ്ട് അല്ലേ. അങ്ങനെയുള്ള തൊഴിലുകൾ ഒരാളെ പറ്റി നീ എന്ത് ചെയ്യുക? ഈ തൊഴിൽ ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് എന്നുള്ള ഇതിന്റെ ലക്ഷ്യത്തിൽ അയാളെ കൊണ്ട് നിർബന്ധിതപൂർവ്വം ആ തൊഴിൽ ചെയ്യിപ്പിച്ചാൽ എന്താണ്? സെക്ഷൻ 7 പറയുന്ന കുറ്റകൃത്യമാവും അല്ലെ. അതൊരു അയിത്തമായി എന്ത് ചെയ്യും? കണക്കാക്കും. അപ്പൊ 7A എന്താ പറയുന്നത്? നിയമവിരുദ്ധവും നിർബന്ധിതവുമായ തൊഴിൽ ചെയ്യിക്കുക. ഓക്കെ. അതായത് നമ്മൾ സ്വീപ്പിംഗ് ജോലി അങ്ങനെയുള്ള കുറഞ്ഞ ജോലികളൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിയമവിരുദ്ധമായി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരാളെ ഇഷ്ടത്തോടു കൂടി ചെയ്യാം, അല്ലാതെ നിയമവിരുദ്ധമായി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് അയിത്തമായി എന്ത് ചെയ്യും? കണക്കാക്കും. അപ്പൊ സെക്ഷനുകളൊക്കെ എന്ത് ചെയ്തു? ഏകദേശം നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നതിൻ്റെ ശിക്ഷകളാണ്. ശിക്ഷകൾ ആദ്യം തടവിനെ കുറിച്ച് പറയാം. ഓക്കെ. ഒരുവിധപ്പെട്ട എല്ലാ സെക്ഷനുകളുടെയും ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷയാണ്. നമ്മൾ മിക്ക കാര്യങ്ങളിലും ഇതെങ്കിൽ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്താണ്? 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷ. ഇനി അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു ഫൈൻ കൂടെ വരും. 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും. ഓക്കെ. അപ്പൊ ശിക്ഷ എങ്ങനെ പറയാം? 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതും പ്ലസ് 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതുമായ ശിക്ഷ ലഭിക്കും. ഇദ്ദേഹം വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ വരും? 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതും. എങ്ങനെയാണ്? 6 മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതും പ്ലസ് എന്ത് വരും? ഫൈൻ പ്ലസ് ഫൈൻ വരും. അതായത് 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും. എങ്ങനെ പറയും? 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും. അങ്ങനെ 2 പ്രാവശ്യം തെറ്റ് ചെയ്തു. ഇനി 3ാമതും തെറ്റ് ചെയ്തു. അപ്പോഴും ശിക്ഷ എങ്ങനെയാവും? 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതും. പരമാവധി എത്രയാണ്? 2 വർഷം. ഇനി 3ൽ കൂടുതൽ പ്രാവശ്യവും തെറ്റ് ചെയ്താൽ എന്ത് തന്നെയാണ്? 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതും. ഫൈൻ എങ്ങനെ വരും? 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതും. ക്ലിയർ ആണോ? അപ്പൊ 3 പ്രാവശ്യം തെറ്റ് ആവർത്തിച്ചു. എങ്ങനെ ശിക്ഷ കൊടുക്കും? 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതും പ്ലസ് കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതും. ഓക്കെ. അപ്പൊ ഒരാൾക്ക് ആദ്യം ബേസ് അടിസ്ഥാനപരമായ ശിക്ഷ പറ. 1 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതും പ്ലസ്
100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും അല്ലേ? വീണ്ടും തെറ്റ് ആവർത്തിച്ചു. എങ്ങനെ പറയും? 6 മാസത്തിൽ മാസത്തിൽ കുറയാത്തതും 1 വർഷത്തിൽ കൂടാത്തതും പ്ലസ് 200 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും വീണ്ടും ആവർത്തിച്ചു. 1 വർഷത്തിൽ കുറയാത്തതും 2 വർഷത്തിൽ കൂടാത്തതും പ്ലസ് 500 രൂപയിൽ കുറയാത്തതും 1000 രൂപയിൽ കൂടാത്തതും. ഓക്കേണോ? നമ്മള് 7A പറഞ്ഞില്ലേ, നിയമവിരുദ്ധവും നിർബന്ധമായി തൊഴിൽ ചെയ്യിക്കുക. ഇവിടെ മാത്രം കണ്ടീഷൻ ഒന്ന് മാറ്റി ചിന്തിക്കുക. അതായത് 3 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതുമായ ശിക്ഷ ലഭിക്കുന്നു അല്ലേ? ഫൈൻ ഒന്ന് തന്നെയാണ്, 100 രൂപയിൽ കുറയാത്തതും 500 രൂപയിൽ കൂടാത്തതും. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് 3 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതും. ഒന്നുകൂടെ പറഞ്ഞു നോക്കേ. 3 മാസത്തിൽ കുറയാത്തതും 6 മാസത്തിൽ കൂടാത്തതും. ഏത് സെക്ഷന് കീഴിലാണ് വരുന്നത്? 7Aയിലാണ് വരുന്നത്. 7Aയിലാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, നിർത്താം.